പ്രേതബാധ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റൂല. അതെൻ്റെ അനുഭവമാണ്. ഞാനൊരു സർവേ പോലെ തന്നെ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ എൻ്റെ കേസ് എടുത്തിട്ട് 10, 4000, 5000 കേസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ എടുത്ത് അസസ് ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യം. അത് കുടുംബത്തിനുള്ളിൽ ഭയങ്കര രസം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനുള്ളിൽ സമാധാനം, സന്തോഷം, സംതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ വേഗം നമുക്ക് നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒരു കുട്ടി പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്. ക്ലിനിക്കിൽ വന്നിട്ട് എൻ്റെ റൂമിലിരുന്ന് 2 സിറ്റിംഗ് അങ്ങനെ ആയിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നേ. ഈ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം അടുത്ത് പറയും, ഡോക്ടർ ഇനിയും എന്നെ വിളിപ്പിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ചോദിച്ചത് എന്തിനാടി, ഇനിയും എന്തിനാ എന്നെ ഇങ്ങനെ വിളിപ്പിക്കണേ? അവൾ പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, വെയിറ്റിംഗ് റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടേ, ഡോക്ടർ കണ്ടോ അതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ആ കുട്ടിൻ്റെ ഉമ്മയും വാപ്പയും സോഫയിൽ അടുത്തിരിക്കുന്നുണ്ട്. ഒരു രണ്ടാളും ഇങ്ങനെ എന്തോ പിറുപിറുക്കണമുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാണ്. എന്നുവെച്ചാൽ അത് കണ്ട എൻ്റെ ഉമ്മയും വാപ്പയല്ലേ. പൊന്നാര ഡോക്ടർ നിങ്ങൾക്ക് അറിയോ, ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയ ശേഷം അവൾ രണ്ടാളും ഞാൻ ഇങ്ങനെ കാണുന്നതെന്ന്. ഈ മോള് ഓക്ക് പ്രേമം തുടങ്ങിയതിന് ശേഷമാണ് ഇത്ര ഉമ്മാനും വാപ്പാനും ഇത്ര അടുത്തിരിക്കുന്നത് ഓള് കാണുന്നത്. ഓളെ പ്രേമം പിടിച്ചതിന് ശേഷം ഉമ്മയും വാപ്പയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഓല് തമ്മിൽ ഒരുമിച്ചിരിക്കുക, ഓല് തമ്മിൽ ഒരുമിച്ച് വർത്താനം പറയുക. അങ്ങനെയെങ്കിലും ഒരു രണ്ടാൾ ഒരുമിച്ചിരിക്കണത് എനിക്കൊന്ന് കാണാലോ എന്ന് പറയുന്ന കുട്ടികളുണ്ട്.